മൊയ്തുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു, ആ മഹാനുഭാവൻ വലിയ ഒരു പണ്ഡിതൻ എന്ന് മാത്രമല്ല, ബദരീങ്ങളുടെ ബൈത്ത് എഴുതി കൈകൊണ്ട് എഴുതുകയും ആ ബദരീങ്ങളുടെ ബൈത്ത് പള്ളിയിൽ ചൊല്ലുകയും ആ കുടുംബം മാത്രം കൈകാര്യം ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് കൈവിട്ട് കൊടുക്കാത്ത രീതിയിൽ ഇന്നും ഈ പ്രദേശങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ആ ബൈത്ത് നേർച്ചയാക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ആ ബൈത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു ബൈത്താണ്. ഒരുപാട് അനുഭവങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വീട്ടിലെ ആധാരം കാണാനില്ലാതെയായി. ബാപ്പയായിരുന്നു ആധാരം സൂക്ഷിച്ചിരുന്നത്. ബാപ്പ മരിച്ചുപോയി. ബാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആധാരം എവിടെ വെച്ചു എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. ശേഷം ഒരു അത്യാവശ്യത്തിന് വേണ്ടി ആധാരം നോക്കിയപ്പോൾ, ഒരു പറമ്പിൻ്റെ ആധാരം നോക്കിയപ്പോൾ എവിടെയും കാണുന്നില്ല. ചോദിക്കാനാണെങ്കിൽ ഉപ്പ എവിടെ വെച്ചു എന്ന് ചോദിക്കാൻ ഉപ്പ ജീവിച്ചിരിപ്പുമില്ല. അവസാനം പല നിലക്കുമുള്ള ശ്രമങ്ങൾ നടത്തി. രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ആധാരം പകർത്താനുള്ള ശ്രമം നടത്തി. ആ ശ്രമവും പരാജയപ്പെട്ടു. കാരണം നമുക്ക് ഏത് വർഷത്തേതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. അവസാനം ഒരു ചെറിയ ഉദാഹരണം പറയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ നിയത്ത് ചെയ്തു, വലിയുപ്പയുടെ പേരിലുള്ള ഈ ബൈത്ത് ചൊല്ലാൻ വേണ്ടി. ആ നേർച്ച എൻ്റെ മനസ്സിൽ ഞാൻ കരുതുകയും ശരാശരി ഒരു 2 മണിക്കൂർ കൊണ്ട് എൻ്റെ അനിയൻ വെറുതെ വീടിൻ്റെ മുകളിലുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ കെട്ടിവെച്ച, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കെട്ടിവെച്ച ഒരു പെട്ടിയെടുത്ത് നോക്കിയപ്പോൾ അതിൽ ആധാരമുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് പല ആളുകൾക്കും അറിയാം, ബഹുമാനപ്പെട്ട ഹംസഫൈലിക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. ഈ വലിയുപ്പ എഴുതി ഉണ്ടാക്കിയതാണ് ഈ ബദർ ബൈത്ത്. ചുരുക്കത്തിൽ ഇതേപോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഈ കുടുംബത്തിൽ ജനിച്ചു, ജീവിച്ചു, വഫാത്തായി പോയിട്ടുണ്ട്.